കുടിവെള്ള ചാർജ് 3 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടും ജലജീവൻ മിഷൻ പൂർത്തിയാക്കുന്നതിനായി സംസ്ഥാന വിഹിതമായി കണ്ടെത്തേണ്ടത് 17,500 കോടി രൂപയാണ് സർ. കരാറുകാർക്ക് മാത്രം 4,000 കോടി രൂപ. ഒപ്പം പെൻഷൻകാരും കരാറുകാരും കൊടുത്ത കേസ് 44 ആണ്. തിരുവോണത്തിന് അവർ പട്ടിണി സമരം ഇരിക്കുമായിരുന്നു കരാറുകാർ സർ. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ചെലവ് അതോറിറ്റി കണ്ടെത്തുന്നതെന്ന് പറയാൻ പറ്റുമോ സർ? കരാറുകാർ കൊടുക്കാനുള്ള തുകയെ സംബന്ധിച്ച് അത്തരം ഒരു ആശങ്കയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ ഈ ഹൗസ് വിലയിരുത്തണം. സ്വാഭാവികമായും കരാറുകാരെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് കേരളത്തിലൊട്ടാകെയുള്ള കരാറുകാരുടെ എണ്ണം 1313. 1313 കരാറുകാർ ഇതിൻ്റെ ഭാഗമായി കേരള വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനെ കാണേണ്ടൊരു കാര്യം, കുടിശ്ശികയെ സംബന്ധിച്ചെടുക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ പോലും 7 മാസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുന്നൊരു സ്ഥിതി നിലവിലില്ല. എന്നാൽ ഇതിനോടകം 10,300 കോടി രൂപയിലധികം നമ്മളിതിനോടകം നൽകി കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 35,810 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കൊടുത്ത തുകയെടുത്ത് പരിശോധിക്കുമ്പോഴും കൊടുക്കാനുള്ള തുകയിലുള്ള അന്തരമെടുത്ത് പരിശോധിക്കുമ്പോഴും പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ചില സാഹചര്യങ്ങൾ കാണേണ്ടതായിട്ടുള്ളത്, ഒരു വർക്ക് ആരംഭിച്ചാൽ ഒരു 10% ആകുമ്പോഴാണ് സാധാരണ പാർട്ട് ബില്ല് കൊടുക്കാറുള്ളത്. നിയമത്തിൽ ഒരു പക്ഷേ എല്ലാ തരത്തിലും അങ്ങനെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ വാട്ടർ അതോറിറ്റി വിളിച്ചിട്ടുള്ള ദർഖാസ്തുകളിലെല്ലാം അത് കൃത്യമായി പറയുന്നുണ്ട്. എങ്കിലും സ്വാഭാവികമായും വരുന്ന ബില്ലുകൾ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നൊരു സ്ഥിതി തുടർന്ന് വരുന്നത് കരാറുകാർക്ക് സഹായകമാകട്ടെ എന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം 17,500 കോടി രൂപ വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ടതുണ്ടെങ്കിലും അത് സംസ്ഥാന സർക്കാർ നൽകുന്നതിന് തയ്യാറാണെന്ന് ഈ സഭയിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ ചട്ടം 300 അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പ്രയോറിറ്റി വർക്കിപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ആശങ്കയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് 390 കോടി രൂപ കേന്ദ്ര ഷെയർ കിട്ടിയത്. അടുത്ത 2 ആഴ്ചക്കകം അല്ല 2-3 ആഴ്ചക്കകം തതുല്യമായ സ്റ്റേറ്റ് ഷെയറും കൊടുക്കും. ഓരോ ഘട്ടത്തിലും കൃത്യമായി എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. നമ്മൾ 24-25 കേന്ദ്ര ഷെയർ 292 വന്നപ്പോൾ നമ്മൾ സംസ്ഥാന ഷെയർ 285 കൊടുത്ത് 577 കോടി രൂപ നൽകി കഴിയും. അതിന് ശേഷം വന്നാണ് ഇപ്പം ഞാൻ സംസാരിച്ചത്. അപ്പോൾ കേന്ദ്ര ഷെയർ വരുന്നതനുസരിച്ചുള്ള സംസ്ഥാന ഷെയർ ഒരിക്കലും സ്റ്റേറ്റ് മുടക്കം വരുത്തിയിട്ടില്ല. ഇനി അധികമായി കണ്ടെത്തേണ്ട തുകയ്ക്ക് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ഒരു സ്കീമിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് 15,000 കോടി രൂപ എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിവിധ കേന്ദ്രാവിഷ്കൃത സ്കീമുകളുമായി ബന്ധപ്പെട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നീക്കങ്ങളും സംസ്ഥാനം ഇതിനോടകമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുക. കരാറുകാർക്ക് തുക കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാവും എന്ന ധാരണ വേണ്ട. അങ്ങനെ സംസ്ഥാനത്തൊരു ധാരണ പകരുന്നത് ശരിയല്ല. നമുക്ക് സമയബന്ധിതമായി പണി തീർത്ത് ഈ ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ സുസ്ഥിരമായ ഈ പദ്ധതി എല്ലാ കുടുംബങ്ങളിലും വെള്ളമെത്താൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആവശ്യം.